ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതി വെച്ചത് ഞാനൊന്നുമല്ല, ഞാൻ വന്നപ്പോൾ ഈ റൂമിലുണ്ടായിരുന്നൊരു കോട്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ പലവട്ടം നമ്മുടെ ചാനലിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണിത്. എന്നെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കേട്ടോ എനിക്ക് സന്തോഷിക്കാൻ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സങ്കടപ്പെടാനും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഓർമ്മകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് നല്ല നല്ല ഓർമ്മകളാണെങ്കിൽ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഓർമ്മകളാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. വലിയ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, അതായത് നിസ്സാരം, എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വെറുതെ ഒന്ന് ബസ്സിൽ കയറി പാലാ വരെ പോയാൽ അതുവരെ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അന്നേരം ഞാൻ ഓർക്കും, എനിക്ക് ആ പാലാ വരെ പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള പൈസ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ പോകാൻ പറ്റിയത് എന്ന് വിചാരിച്ച് അതിൽ ഞാൻ സന്തോഷിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പാലായിൽ പോയതൊക്കെ കാണാൻ എനിക്ക് അതിനുള്ളൊരു ആരോഗ്യം ഉള്ളത് കൊണ്ടാണല്ലോ പോകാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ച് സന്തോഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തോ രാവിലെ എഴുന്നേറ്റപ്പം വളരെ നല്ല മൂഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോയി പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകിക്കെട്ടി മെനയാകാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് കഴിഞ്ഞ് ഈസ്റ്ററും വിഷുവും വരാറായെങ്കിലും ക്രിസ്മസ് റീത്തും ആ ഒരു സോക്സും ഒന്നും എൻ്റെ റൂമിൽ നിന്ന് ഞാനെടുത്ത് മാറ്റിയിട്ടില്ല. അത്രയും മടി എന്നെ ഇങ്ങനെ അടക്കി വാണോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് രാവിലെ എന്തോ നല്ലൊരു മൂഡ് തോന്നി, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി. അതാണ് മെയിൻ ഹൈലൈറ്റ്. സാധാരണ ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങനെ വലിയ ഫുഡ് വെക്കലൊന്നും ഇല്ല. ഞാൻ കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ, വണ്ണം കുറയ്ക്കണം എന്നൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് കഴിക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും മൾട്ടിഗ്രെയിൻസിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുമെന്നല്ലാതെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പം ഇടയ്ക്ക് മുട്ടിന് മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തോ രാവിലെ അങ്ങനെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ജിൽന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വന്നൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ലിപ് ബാമൊക്കെ ഇട്ടതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരുമാതിരി ഈ വെള്ളപ്പാണ്ട് എന്താ പറയുക, ഇങ്ങനെ വെളുത്തിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് തുണി ഉണക്കാനിട്ടേക്കുന്നതാണ് കേട്ടോ. മെഷീനിലാണ് അലക്കുന്നതെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഉണങ്ങണമല്ലോ. അപ്പോൾ അത് അവിടെ വിരിച്ചിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടി കൊണ്ടുവന്ന് ഹീറ്ററിൻ്റെ മുകളിലിടുന്നതാണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് കിച്ചൺ നല്ല ശാന്ത സുന്ദരമായിരുന്നു. കാരണം ഡ്യൂട്ടിക്ക് പോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരാരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെന്നാൽ ഒരു ഇവിടെ വന്നിട്ട് ചായയല്ല, കാപ്പിയാണ് മെയിൻ ആഹാരം. കാപ്പി കുടിയോടുകൂടി തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ച് പാലൊക്കെ എടുത്തതാണ്. അപ്പോൾ അത് എൻ്റെ കപ്പാണ് കേട്ടോ. ഞാൻ ക്രിസ്മസിൻ്റെയൊക്കെ സമയമായപ്പോഴത്തേക്കിന് എൻ്റെ സാലറിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഗിഫ്റ്റായിട്ട് മേടിച്ച കപ്പാണ്. കാരണം കൊണ്ടുവന്ന കപ്പിനകത്ത് കാപ്പി കുടിച്ച് ബോറടിച്ചു. ഇതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ പല പല പാത്രങ്ങളൊക്കെ മാറി മാറി യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല. ഇവിടെ വന്ന് ഈ ഒരേ പാത്രങ്ങൾ ഒരേ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലൈഫിനോട് ഭയങ്കര ഒരു മുരടിപ്പ് തോന്നുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പി ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അടുത്ത ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടെ ചേർത്തിട്ടാണ് കാപ്പിയൊക്കെ ഇട്ടത്. അങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ പാലടുപ്പ് വെച്ചു, പാല് തിളച്ചു. ഇനി കോഫി പൗഡർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആറ്റിലാറ്റി കഴിയുമ്പോഴത്തേക്കിന് കാപ്പി റെഡി. ഞാനിപ്പം മധുരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കാപ്പിക്കകത്തൊന്നും മധുരം ഇട്ട് കുടിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് മുട്ടിന് എന്തെങ്കിലും സ്വീറ്റ്സ് ഐറ്റംസ് കഴിച്ചാൽ കഴിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം ഷുഗർ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഞാനായിട്ട് കഴിക്കുന്ന ആ ഒരു ഇൻടേക്ക് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി ഇങ്ങനെ മധുരം ഇടാതെ കുടിച്ച് ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ കുടിക്കാനുമാണ് കേട്ടോ ഇഷ്ടം. ഇത് ഞാൻ എനിക്ക് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു സമയമാണ്. അതിനിപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു കോഫി കുടിക്കുന്ന സമയത്ത് ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു കോഫിയും കുടിച്ച് ആ ഒരു സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ. നാട്ടിലായിരുന്നപ്പോൾ ഞാനും മമ്മിയും തമ്മിൽ ഏറ്റവും കൂടുതൽ ഗുസ്തി കൂടുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. മമ്മി പറയും അത് അങ്ങ് പണികൾ ചെയ്യുന്നതിനിടയിൽ ആ കാപ്പി കുടിച്ചാൽ പോരെന്ന് ചോദിക്കും. ഞാൻ പറയില്ല, എനിക്കിങ്ങനെ ഇരുന്ന് കാപ്പി കുടിക്കണമെന്ന്. അതിനായിരുന്നു ഞങ്ങൾ തമ്മിൽ ഗുസ്തി കൂടുന്നത്. ഇവിടെ വന്നിട്ടും ആ ഒരു ഡ്യൂട്ടിക്ക് പോകേണ്ട ഓട്ടത്തിനിടയിലാണെങ്കിൽ പോലും ഞാൻ ആ കാപ്പി കുടിക്കുന്ന സമയം ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചതാണ് ഒരു പീസ്. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകുമെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ബ്രെഡും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങി. അപ്പോൾ ഒരു മുട്ടയല്ല 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയത് 2 പേർക്ക് വേണ്ടിയാണെങ്കിലും കഴിച്ചപ്പോൾ എല്ലാവരും തന്നെ കഴിച്ചു കേട്ടോ. ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു. കാരണം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു റെസിപ്പിയാണ്. അതെന്നാന്ന് പറയുന്നതിന് മുന്നേ
ഞാൻ ഈ വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ റീസണാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പാട്ട് വെച്ചുകൊണ്ടാണ് കിച്ചണിൽ എപ്പോഴും പണി ചെയ്യുന്നത്. അപ്പോൾ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്തായാലും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതിനേക്കാട്ടിലും ബെറ്റർ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓഡിയോ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പാട്ട് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങളെ കാണിച്ചാണ് കേട്ടോ. കണ്ടോ, ഫോണിൽ മാറി മാറി പാട്ടുകൾ വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മുട്ട പുഴുങ്ങിയതും സവോള അരിഞ്ഞതും ഇപ്പോൾ പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി തക്കാളി അരിയാൻ പോകുന്നതും. അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്ത റെസിപ്പിയല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം പുട്ടുപൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുട്ട നമ്മൾ എന്തായാലും ഇവിടെ മേടിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നെ പുട്ടും മുട്ടക്കറിയും പിന്നെ ഒരു കോംപ്രമൈസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു റെസിപ്പിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടുപൊടി കുഴയ്ക്കാൻ പോവാണ്. ഇത് സത്യത്തിൽ അടുക്കളയിൽ എത്ര ഇടയുണ്ടെങ്കിലും ഈ ഒരു ക്യാമറ വെക്കാനുള്ള സ്പേസും കൂടെ നോക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വെച്ച് എടുക്കുന്നതാണ് കേട്ടോ. കാരണം ക്യാമറയും സേഫ് ആയിരിക്കണം, പുട്ടുപൊടിയും സേഫ് ആയിരിക്കണമല്ലോ. ഇനി ക്യാമറ താഴെ വീണാലും പുട്ടുപൊടി താഴെ വീഴാൻ പാടില്ല, കാരണം പൊന്നും വിലയാണ്. അങ്ങനെ പുട്ടുപൊടി ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഇട്ടു കുറച്ച് വെള്ളവും ചേർത്ത് കുഴയ്ക്കാൻ പോവാണ്. ഈ പുട്ടുപൊടിയുടെ ആ ഒരു നന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കട്ട കെട്ടിപ്പോവും, ഇല്ലെങ്കിൽ ഉണങ്ങിയ പോലെ ഇരിക്കും. ആദ്യ കാലത്തൊന്നും എനിക്ക് പുട്ടുപൊടി കറക്റ്റായിട്ട് നനയ്ക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു വീട്ടിൽ ചെന്ന് പുട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ ഇച്ചായൻ കാണിച്ചു തന്നു, ഇങ്ങനെ വേണം പുട്ടിൻ്റെ പൊടി നനയ്ക്കാൻ, ഇതാണ് പുട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതിന് ശേഷം ഞാൻ മര്യാദയ്ക്ക് പുട്ടുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുട്ടുപൊടി നനച്ച് നമ്മളവിടെ ഒരു ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് നമ്മുടെ മുട്ട പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ മുട്ട നാളെയാണ് പുഴുങ്ങിയത് കേട്ടോ. അങ്ങനെ മുട്ടയും പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി വെക്കുന്ന ആ ഒരു കടമയിലേക്ക് കിടക്കാം. അപ്പോൾ മുട്ടക്കറി ഞാനല്ല വെക്കുന്നത്, കാരണം എൻ്റെ മുട്ടക്കറി പണ്ടേ ഭയങ്കര ഫ്ലോപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഞാൻ ഉണ്ടാക്കുന്നൊരു ഫുഡ് എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലത്ര കോൺഫിഡൻ്റ് അല്ല. സോ ഞാൻ മുട്ടക്കറി വെക്കുന്ന കടമ പാറുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ പാർവതിയാണ് മുട്ടക്കറി വെക്കുന്നത്. അവൾ എണ്ണ ഒഴിച്ചു. അവൾക്ക് പിന്നെ കടുകിൻ്റെ പരിപാടിയില്ല, അവൾ തൃശ്ശൂരുകാരിയാണ്. കടുകില്ല, ജീരകം ഇട്ടാണ് അവൾ കറി വെക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് ജീരകം പൊട്ടിച്ച് അതിനകത്തോട്ട് വെളുത്തുള്ളിയൊക്കെ നേരത്തെ ആദ്യം ചേർത്തു. അത് കഴിഞ്ഞിട്ടാണ് സവോള ഇട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളക് ഇട്ടു. എന്നിട്ട് അത് വഴറ്റാൻ വെച്ചു. അപ്പോൾ മൂടി വെച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടുമല്ലോ. അങ്ങനെ മൂടി വെച്ച് അത് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഞാനിത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ആക്ച്വലി. പക്ഷേ ഇത് എടുത്തുകൊണ്ടിരുന്നതിനിടയിൽ എനിക്കൊരു കോള് വന്ന് പോയപ്പോഴത്തേക്കിന് ഇടയ്ക്ക് എന്തോ ഒരു കാര്യം എനിക്ക് മിസ്സായിപ്പോയി. അതെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൊടികളെല്ലാം ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് നമ്മുടെ സവോളയൊക്കെ വഴന്നും കിട്ടി, അതുപോലെ തന്നെ മസാലകൾ മൂത്തും കിട്ടി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് നമ്മൾ തിളപ്പിച്ചു. ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ കോള് വന്ന് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മിസ്സായി. അപ്പോൾ ഇത് ഞാൻ പുതിനയിലയും കറിവേപ്പിലയൊക്കെ ആ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇന്നാൾ എന്നോട് ആരോ ചോദിച്ചായിരുന്നു കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാമെന്ന്. ഇതുപോലെ പാത്രത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ മേളിൽ വെച്ചെന്നേ ഉള്ളൂ. ടിഷ്യൂ വെച്ചാലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ പാത്രത്തിൽ വെള്ളം ഇല്ലാണ്ട് അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും നമ്മൾ ചേർക്കുകയാണ്. പുതിനയില ചേർത്തില്ല കേട്ടോ, കറിവേപ്പിലയും മല്ലിയിലയും മാത്രമാണ് ചേർത്തത്. ഞാൻ ഫ്രിഡ്ജിൽ ഇട കുറവായതുകൊണ്ട് പുതിനയിലയും കറിവേപ്പിലയും ഒരേ പാത്രത്തിൽ വെച്ചെന്നേ ഉള്ളേ. അപ്പോൾ നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരിക്കലും മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെ വരാറില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ആ കോള് വന്ന് പോയ സമയത്ത് ഇവിടെ എന്തോ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഇനി അവൾ കറി വെക്കുമ്പോൾ നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് ആ മുട്ടയും കൂടെ പെറുക്കിയിട്ടു. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത്ര കോൺഫിഡൻറ്റോടെ ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല സൂപ്പർ മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പൊടി നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ചിരണ്ടിയ തേങ്ങ ഇതേപോലെ ചിരകി പാക്കറ്റിലാക്കിയ തേങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുട്ടുകുറ്റിക്കകത്ത് നമ്മൾ ചിരട്ടപ്പുട്ടാണ്, അപ്പോൾ പുട്ടുകുറ്റിക്കകത്ത് ഇച്ചിരി തേങ്ങ ഇട്ടു. പിന്നെ നമ്മൾ പുട്ടുപൊടി നിറയ്ക്കാൻ പോവുകയാണ്. പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുപൊടി ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് വെക്കാൻ നോക്കരുത് കേട്ടോ. അന്നേരം ഇത് ആവി ചൊവ്വേ കയറത്തില്ല, ചൊവ്വേ വേഗത്തില്ല. നമ്മൾ ജസ്റ്റ് അങ്ങനെ ആ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, വീണ്ടും മേളിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കും പുട്ടുണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ പുട്ടുകുറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ച് ആവിയും വന്നു കേട്ടോ. ഈ പുട്ടങ്ങോട്ട് വേവിച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ആ ഒരു ഫീലിംഗ്, എൻ്റെ ദൈവമേ. സാധാരണ ഞാനൊരു പുട്ടിൻ്റെ ഫാനല്ല, എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് പുട്ടെന്ന് പറയുന്നത്. എൻ്റെ ശത്രുവാണ് പുട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഇങ്ങനെ പുട്ട് ആസ്വദിച്ച് ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം ഈ
പട്ടിണി ഇരിക്കുന്ന പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീൻ വെച്ച ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ മുന്നിലേക്ക് പുട്ട് കിട്ടിയപ്പം. അപ്പോൾ അതേ നല്ല അടിപൊളി ചിരട്ടപ്പുട്ടും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പുട്ടിൻ്റെ മുകളിലേക്ക് ആ ഒരു മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കിന് തോന്നിയ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും. ഞാൻ പിന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്. അല്ലാതെ നമുക്കിവിടെ സാധനങ്ങൾ കിട്ടാതില്ലാതെയോ അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാതെയോ ഒന്നുമില്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ് സത്യത്തിൽ. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് ആ ഒരു പുട്ടും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. ഞങ്ങൾ 4 പേരും കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ അങ്ങനെ പുട്ടും മുട്ടക്കറിയുമായിട്ട് ധന്യമായൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു, ഓഫായിരുന്നു, ഡ്യൂട്ടിക്ക് പോകണ്ട. ഇതൊക്കെ കഴിച്ചിട്ട് റൂമിൽ കയറി ഇനി ഉറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുട്ടൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം പുട്ട് കഴിച്ചതിൻ്റെ ഒരു ധന്യതയാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് എനിക്കിവിടെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ചേച്ചി എന്നെ വിളിച്ചു, എടി നീ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വാ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനെന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് ഞാൻ ഷെയ്നിയിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു ബാഗാണ്, ഒരു സ്ലിംഗ് ബാഗ് വേണം എന്നുള്ളത് കൊണ്ട് മേടിച്ചതാണ്. നല്ല ബാഗാണ് കേട്ടോ. അതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഷെയ്നിയിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ റെഡിയായി ഇറങ്ങി വന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചേച്ചി താമസിക്കുന്നത്. അതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അങ്ങനെ വേണ്ടേ, നമുക്ക് പുറമേ എത്ര ലുക്ക് ഉണ്ടെങ്കിലും കയ്യിലിരിക്കുന്ന ബാഗ് ഈ ടൈപ്പ് സാധനമാണ്. നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പം ഇങ്ങനത്തെ സഞ്ചിയൊക്കെ തൂക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് ആ ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചി എന്നെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. നമുക്ക് വലിയ ടെസ്കോയിൽ പോകാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇവൻ എൻ്റെ എന്നാ പറയുന്നത് ഗ്ലൂക്ലൂസ് പൊടിയാണ് കേട്ടോ. ഇവൻ്റെ ഷോർട്ട് വീഡിയോ ഞാനിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിത് ടെസ്കോയിലെത്തി. അപ്പം ഞങ്ങളൊരു വണ്ടിക്ക് ആളുണ്ട്. ഇതാണ് ചേച്ചി കേട്ടോ. ചേച്ചിനെയൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ടെസ്കോയിൽ പോയതാണ്. ഇനി അകത്തൊരംഗമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഈ ടെസ്കോയിൽ പോകുമ്പം ഞാനിവിടെ സാധാരണ പോകുന്ന ടെസ്കോ പോലെയല്ല, അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ച് പോയാൽ പോലും അവിടുന്ന് കുത്തി വാരി എടുത്തുകൊണ്ടായിരിക്കും പോരുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കണ്ടോ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഞാൻ ആദ്യം അങ്ങോട്ടായിരിക്കും പോകുന്നത്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടായിരിക്കും അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ബില്ലടിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇവനെ ഞാൻ എൻ്റെ കൂടത്തിൽ കൂട്ടി കേട്ടോ. കാരണം എനിക്കറിയില്ല പരിപാടികളൊന്നും. ഇവനാണ് എൻ്റെ ഗൈഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതേ ഉണക്ക് ബില്ല് നമ്മളപ്പോൾ അടിച്ചങ്ങ് പോവുകയാണെങ്കിൽ കൗണ്ടറിൽ പോയി പിന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ ചെന്ന് ബില്ലടച്ചങ്ങ് പോയാൽ മതി. അപ്പം ഇവൻ പിന്നെ എൻ്റെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു ഷോപ്പിംഗ് നടത്തിയത്. അവരൊക്കെ വേറെ വഴിക്ക് പോയിട്ട് ഞങ്ങൾ പലരും പല വഴിക്ക് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പലരും പല വഴിക്ക് വിരിഞ്ഞു പോയി. ഞാനും ഇവനുമായിരുന്നു ഒന്നിച്ച് നിന്നത്. അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം വാരിക്കൂട്ടാണ്. കണ്ടോ, ഒന്നും മേടിക്കാനില്ലെന്ന് പറഞ്ഞു വന്ന ഞാനിപ്പോൾ തന്നെ 2 ബാഗ് നിറച്ച് സാധനങ്ങൾ മേടിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലെ കാശ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. കണ്ടോ, പിന്നെ എവിടെ ചെന്നാലും കാണുന്ന കുപ്പികളുടെ ആ ഒരു കോട്ടയാണ്. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് കുപ്പിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. കാരണം ഞാനതൊക്കെ മേടിച്ച് കുടിക്കുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ജ്യൂസുകളുടെ സെക്ഷൻ. ഈ ടെസ്കോയുടെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരു വീഡിയോയ്ക്കുള്ളതുണ്ട് കേട്ടോ. കാരണം അത്രയും വലിയൊരു ടെസ്കോയാണ്. ഇത് കണ്ടോ, അങ്ങറ്റം വരെ വലിയൊരു ടെസ്കോയാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി. അപ്പം ഞങ്ങൾ വേണ്ട ഇനി വണ്ടിയെ കയറി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ ടെസ്കോയ്ക്കകത്ത് സാധനം മേടിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഏത് സൈഡിൽ നിന്ന് തുടങ്ങി ഏത് സൈഡിൽ അവസാനിപ്പിക്കണം എന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ദിവസം ഞാൻ പിന്നെ ചേച്ചിട്ടൊക്കെ അടുത്ത് പോയി ഉച്ച മുതൽ വൈകുന്നേരം വരെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ്. ഞാൻ ശരിക്കും ഈ റൂമിലിങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും കേട്ടോ. നീ എന്നെ എടുക്കുക, വെറുതെ ഇരിക്കുകയാണെങ്കിൽ വാ എന്ന് പറയും. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നല്ല വൈബാണ് കേട്ടോ. കാരണം ചേച്ചി ഇങ്ങനെ വർത്താനമൊക്കെ പറയാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ചേട്ടനും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കുന്നു അതുപോലെ എനിക്ക് കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ബന്ധമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിലും നമുക്ക് ഒരുപാട് നാളുകൊണ്ട് പരിചയമുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ചേച്ചിയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും ഒക്കെ. പിന്നെ പിള്ളേരാണെങ്കിലും എനിക്ക് ഉണ്ണിക്കുട്ടനെ മിസ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം മനസ്സിന് വേറൊരു ഇതാണല്ലോ. അങ്ങനെ ഭയങ്കര എൻ്റെ ഗ്ലൂക്ലൂസ് പൊടിയാണ് അവരെല്ലാവരും എന്ന് പറയാം. അങ്ങനെ ഞാൻ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേടിച്ച സാധനങ്ങളെല്ലാം എവിടെ കൊണ്ടുപോയി ഞാൻ ഒതുക്കി വെക്കും എന്നുള്ളതാണ്. കാരണം
ഫ്രിഡ്ജിലിടയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നതിനൊക്കെ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ ഒതുക്കി വെക്കും എന്നുള്ള ടെൻഷനാണ് അടുത്തത്. അങ്ങനെ എന്തായാലും അവരെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ ഞാൻ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിനി എല്ലാം എവിടെ എടുത്ത് വെക്കും എന്ന് വിചാരിച്ച് അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇതെല്ലാം മേടിച്ച സാധനങ്ങളാണ്. അപ്പുറത്ത് വേറെയും ബാഗ് ഇരിപ്പുണ്ടേ. അരിയും പാലും അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് എല്ലാം ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വന്ന് കിടന്നേക്കാം എന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റൂം രാത്രിയിൽ നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റും ഈ ഒരു അന്ധകാരവും മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.